കർണാടക ഹൊൻസൂരിൽ തോക്ക് ചൂണ്ടി ജ്വല്ലറിയിൽ നിന്നും കോടികളുടെ വജ്രം കവർന്നു. കൊള്ളസംഘം പാണത്തൂർ വഴി കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നതായാണ് സംശയം. കാഞ്ഞങ്ങാട് ഉൾപ്പെടെ ജില്ലയിൽ പോലീസ് കനത്ത ജാഗ്രതയും നിരീക്ഷണവും തുടരുന്നു. വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. മടിക്കേരി നഗരത്തിലുള്ള സ്കൈ ജ്വല്ലറിയിലാണ് തോക്കുമായി എത്തിയ സംഘം കവർച്ച നടത്തിയത്. 10 കിലോ സ്വർണം കവർച്ച ചെയ്തതായാണ് കരുതുന്നത്. കെ വി ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. വലിയ തരത്തിലുള്ള ഒരു കവർച്ചയാണ് നടന്നിരിക്കുന്നത്. ഈ പ്രതികളെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുന്നുണ്ടോ? ഈ പ്രതികളുടെ ചിത്രം അത് ജ്വല്ലറിയിലെ CCTV-യിൽ പതിഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. ഹൊൻസൂർ നഗരത്തിലെ സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന മലയാളികളുടെ ഒരു കടയിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള കവർച്ച നടന്നിരിക്കുന്നത്. അതായത് 5 കോടിയിലധികം രൂപയുടെ വജ്രാഭരണങ്ങൾ, ആ കടയിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ തോക്ക് ചൂണ്ടി ഈ സംഘം കവർ ചെയ്യുകയായിരുന്നു. അതായത് ബൈക്കിലെത്തിയ 4 അംഗ സംഘമാണ് ഇത്തരത്തിൽ ഭീതി സൃഷ്ടിച്ച്, അതായത് 2 തവണ ഇവർ വെടിയുതിർത്തു. പക്ഷെ ആർക്കും പരിക്കില്ല. അങ്ങനെ ജീവനക്കാരെ മുഴുവൻ ബന്ദികളാക്കി ഈ സംഘം സ്വർണം കവർ ചെയ്യുകയായിരുന്നു. ഏതായാലും ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൃത്യമായി ഈ കടയുടെ അകത്തുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഇതിൽ ഒരാളുടെ മുഖം ഇതിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഹെൽമെറ്റ് ധരിച്ചെത്തിയതാണ്. പക്ഷെ ഇയാൾ തിരിച്ചു പോകുന്ന സമയത്ത് ഹെൽമെറ്റ് അവിടെ തന്നെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ഇയാളുടെ മുഖം ഇതിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ സംഘം കേരളത്തിലേക്ക് കടന്നതായാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് മടിക്കേരി വഴി, ഭാഗമണ്ഡലം വഴി കേരളത്തിലേക്ക്, കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നതായി സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയൊക്കെ വലിയ തോതിലുള്ള പരിശോധന അതിർത്തിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ഹെൽമറ്റും അതുപോലെ തന്നെ മാസ്കും ധരിച്ച് ആയിരുന്നു ഈ സംഘം എത്തിയത്. 2 ബൈക്കുകളിലായി എത്തിയ സംഘമാണ് ഇത്തരത്തിൽ സുരക്ഷാ ജീവനക്കാരെയും മറ്റ് സെയിൽസ് സ്റ്റാഫിനെയും തോക്കു ചൂണ്ടി ഈ വജ്രാഭരണങ്ങൾ മുഴുവൻ കവർ ചെയ്തത്. ഈ കടയിലുണ്ടായിരുന്ന മുഴുവൻ വജ്രാഭരണങ്ങളും കവർ ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ഒരു പക്ഷേ ഇതിലും കൂടുതൽ തുക ആയിരിക്കാം. ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി ഒരു പരിശോധനയിൽ 5 കോടിയോളം രൂപയുടെ വജ്രാഭരണങ്ങൾ കവർ ചെയ്തെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു. കൃത്യമായ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പ്രധാനമായും ഇവിടെ ഹനുമന്ത ജയന്തി ആഘോഷങ്ങൾ നടക്കുന്നത് വേളയായതുകൊണ്ട് തന്നെ പോലീസിന്റെ ശ്രദ്ധ ആ ഭാഗത്തായിരുന്നു. ഇത് ഹുൻസൂർ ബൈപ്പാസിലുള്ള ഒരു ജ്വല്ലറിയാണ്. ഈ ജ്വല്ലറി ഈ സമയത്ത് ഇന്നലെ വൈകിട്ടാണ്, ഈ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ഒരു ജ്വല്ലറി മാത്രമേ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റു ജ്വല്ലറിയൊന്നും മറ്റു കടകളൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. കൃത്യമായ ആസൂത്രിതമായ പദ്ധതി തയ്യാറാക്കി നടന്ന കവർച്ച എന്നാണ് പോലീസ് പറയുന്നത്. ഈ കൊള്ളസംഘം പാണത്തൂർ വഴി കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നതായാണ് ഇപ്പോൾ പ്രധാനമായും സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ, അതായത് കർണാടക അതിർത്തി മടിക്കേരി നിന്ന് വരുന്ന ഭാഗമണ്ഡലം വഴി വരുന്ന പാണത്തൂർ കരിക്കൈ ചെക്ക് പോസ്റ്റിലൊക്കെ വലിയ തോതിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഏതായാലും ലഭിച്ചിട്ടുണ്ട്. ഈ മോഷ്ടാക്കളുടെ മുഖം ഇവർക്ക് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെ നിന്നുള്ള ആളുകളെന്ന് മനസ്സിലായിട്ടില്ല. ഹിന്ദിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും അതൊരു പക്ഷേ അന്വേഷണത്തെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കും അത്തരത്തിൽ സംസാരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഈ ജീവനക്കാരിൽ അസ്കർ എന്ന് പറയുന്ന മാനേജർ ഈ സംഘത്തെ പിന്തുടർന്നിരുന്നു. ഇതിനുശേഷം ഈ ബൈക്കിൽ ഇതുമായി കടന്നു പോകുന്ന സംഘത്തെ പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയാണിത് ഈ കേരളത്തിലേക്ക് കടന്ന ഒരു സംശയം വരുന്നത്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മലയാളിയുടെ കടയാണ് സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറയുന്ന. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ ജ്വല്ലറി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടന്ന കവർച്ച എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും 5 അംഗ സംഘത്തെ പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഇത് മൈസൂർ ഡിസ്ട്രിക്റ്റിനാണ് വരുന്നത്. പക്ഷെ നമുക്ക് കുടകിനോട് സമീപത്തായി വരുന്ന സ്ഥലമാണ്. രക്ഷപ്പെടാൻ ഏറ്റവും എളുപ്പം ഈ കേരള വഴിയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ സംഭവത്തെ വിവരം പോലീസ് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഒരു പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും ഈ സംഘത്തിലെ ആരും പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പോലീസ് പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. അനുശ്രീ, ബൈജു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മോഷ്ടാക്കൾ കന്നഡയും ഇംഗ്ലീഷുമാണ് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചതാണോ? ഇനി ഇവർ മലയാളികളാണോ, അതുകൊണ്ടാണോ കാസർഗോഡേക്ക് കടന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇനി കാസർഗോഡ് മറ്റേതെങ്കിലും ബന്ധമുണ്ടോ, ഈ മോഷ്ടാക്കളിൽ പെടുന്ന ആരെങ്കിലും കാസർഗോഡ് ഉണ്ടോ, അങ്ങനെയുള്ള അന്വേഷണങ്ങളിലേക്കൊക്കെ ഇനി പോലീസ് എത്തേണ്ടതുണ്ടല്ലേ? തീർച്ചയായും അനുസരി ഹിന്ദിയും ഇംഗ്ലീഷും അങ്ങനെയാണ് അവർ സംസാരിച്ചെന്നാണ് പോലീസ് പറയുന്നത്. അത് തെറ്റിദ്ധരിപ്പിക്കാൻ തന്നെയായിരിക്കാം, ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ പ്രധാനമായും ഈ മടിക്കേരി വഴി
മാക്കൂട്ടം കരിക്കൈ ചെക്ക് പോസ്റ്റ് ഇതുവഴി കേരളത്തിലേക്ക് കടന്നതായ ഒരു സംശയമാണ് പോലീസിനുള്ളത്. മറ്റ് സ്ഥലങ്ങളൊക്കെ പോലീസ് അരിച്ചു പറക്കിയിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ജ്വല്ലറിക്കകത്തുള്ള CCTVയിൽ കൃത്യമായ ഇവരുടെ മുഖം പതിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാൾ ഹെൽമെറ്റ് അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. മാസ്ക് ഉണ്ടെങ്കിലും മുഖം മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അഞ്ച് പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. കൂടുതൽ പേർ പുറത്ത് ചിലപ്പം ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. വലിയൊരു പദ്ധതിയിട്ട ഒരു കൊള്ള സംഘം തന്നെയാണ് ഇത്. ഏതായാലും കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കവർച്ചയാണ്. തോക്ക് ചൂണ്ടി ജീവനക്കാരെ ബന്ദികളാക്കി, മാത്രമല്ല 2 തവണ വെടി ഉതിർത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മാനേജർ ഉൾപ്പെടെ, കടയുടെ മാനേജർ അസ്കർ ഉൾപ്പെടെ ഈ സമയത്ത് ഉണ്ടായിരുന്നു. ഇയാൾ ഈ കവർച്ച മുതലുമായി പോകുന്ന ഇവരെ പിന്തുടർന്നിരുന്നു. പക്ഷേ അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏതായാലും പോലീസ് അരിച്ചു പെറുക്കിയാണ് പല ഭാഗങ്ങളിലും. അതോടൊപ്പം വ്യാപകമായ പരിശോധന ഇന്നലെ രാത്രിയും നടക്കുന്നുണ്ടായിരുന്നു. ഏതായാലും കേരള പോലീസിന്റെ കൂടി സഹായം കർണാടക പോലീസ് അപ്പോൾ തന്നെ തേടിയിരുന്നു. അതുകൊണ്ട് തന്നെ കേരള പോലീസും അതീവ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് പാണത്തൂർ, രാജപുരം, അമ്പലത്തറ, കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനുകളാണ് ഈ ഒരു വഴി വരുന്നത്. മലയോര മേഖലയോട് ചേർക്കുന്ന സ്ഥലമാണ്. ഇതൊരു വനമേഖല കൂടിയാണ് കൊടക് ഭാഗങ്ങളൊക്കെ. ഈ കൊടക് ഭാഗങ്ങളിൽ ഈ ഭാഗത്തേക്കാണ് ഈ സംഘം എത്തിയത്. കൂടുതൽ CCTV പരിശോധിക്കേണ്ടതുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും അവധിയാണ്. ഒറ്റപ്പെട്ട കടകളാണ് ആ ഭാഗത്തൊക്കെ ഉള്ളത്. എന്തായാലും ആ ഭാഗങ്ങളിലെല്ലാം CCTV പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും ജ്വല്ലറിക്കകത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു സംഘം ഉണ്ടാകാം എന്ന ഒരു നിഗമനം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. SP, അതായത് മൈസൂർ SP വിഷ്ണുവർദ്ധൻ, അദ്ദേഹത്തിന്റെ കീഴിൽ 5 അംഗ പ്രത്യേക സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനായി നിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും കേരളത്തിലേക്കും പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും സംസാരിച്ചത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്ന ഒരു നിഗമനം തന്നെയാണ് ഉള്ളത്. സാധാരണ നേരത്തെ നമ്മൾ പല കവർച്ചകളിലും കണ്ടതാണ് ഇത്തരത്തിൽ രീതി. ഇത് 5 കോടി നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് 5 കോടിയോളം രൂപയാണ്. പക്ഷെ അതിലും കൂടുതൽ ഉണ്ടായേക്കാമെന്ന ഒരു സൂചനയുണ്ട്. ഏതായാലും കൃത്യമായ കണക്ക് ഇന്ന് മാത്രമേ പുറത്തു വരൂ. ഇവർക്ക് തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഏതായാലും പോലീസ് ഊർജിതമായ അന്വേഷണം ഈ പ്രതികൾക്കായി, കവർച്ചക്കാർക്കായി ഇപ്പോൾ നടത്തുന്നുണ്ട്. ഈ ജ്വല്ലറി ഉടമയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് ആരെങ്കിലും സംശയമുണ്ടോ? കാരണം ഈ ജ്വല്ലറിയെ പറ്റി കൃത്യമായി അറിയാതെ, അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടത്താതെ ഇത്ര വലിയൊരു കവർച്ച നടത്തുക എന്നത് സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ഈ ജ്വല്ലറിയെ പറ്റി കൂടുതലായി അറിയുന്ന ആരെങ്കിലും ആണോ ഈ കവർച്ചയ്ക്ക് പിന്നിൽ? അത്തരത്തിൽ എന്തെങ്കിലും സംശയം ജ്വല്ലറി ഉടമയ്ക്കുള്ളതായി അറിവുണ്ടോ? അനുസരി ഈ മാനേജർ അസ്കർ എന്ന് പറയുന്ന ആളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ഈ ഞായറാഴ്ച ആയതുകൊണ്ട് സമീപ പ്രദേശങ്ങളിലെ കടകളിലൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. ഇവരുടെ ഒരു ജ്വല്ലറി മാത്രമായിരുന്നു തുറന്ന് പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല ഇത് പുതുതായി ആരംഭിച്ച ഒരു ജ്വല്ലറി കൂടിയാണ്. ഇവർക്ക് ആരാണ് ഈ സംഘം എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അത് പോലീസും പറയുന്നത് ഒരു പക്ഷേ കേരളത്തിൽ നിന്നെത്തിയ സംഘമാകാം, അതല്ലെങ്കിൽ കൂടുതൽ പേർ പുറത്തുനിന്നുള്ളവരാകാം. വലിയൊരു സംഘം തന്നെ ഉണ്ടാകാം ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഒരു പക്ഷെ നേരത്തെ നടന്ന, നമുക്കറിയാം കർണാടകയിൽ ഇത്തരത്തിൽ തോക്ക് ചൂണ്ടി പല തരത്തിലുള്ള കവർച്ചകൾ നടത്തിയിരുന്നു. അതായത് ബാങ്കിൽ നിന്നും പണം കൊണ്ടുപോകുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇതുപോലെ സുരക്ഷാ ജീവനക്കാരെ വെടിയുതിർത്ത് കൊലപ്പെടുത്തി വരെ കവർച്ച നടത്തിയ സംഘങ്ങളുണ്ടായിരുന്നു. ഇനി അത്തരം സംഘങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാലും വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. പ്രധാനമായും ഈ സംഘം കേരളത്തിലേക്ക് കടന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലും വലിയ പരിശോധന നടത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചത്. ഇന്നലെ രാത്രിയൊക്കെ ഈ അതിർത്തികളിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാണത്തൂർ, കരിക്കേ ഭാഗങ്ങളിൽ പോലീസ് വ്യാപക പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല ഈ കൊടക് ഇതിന് സമീപത്തുള്ള എല്ലാ ചെക്ക് പോസ്റ്റുകളും ഇന്നലെ അടച്ച് പരിശോധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ എല്ലാ മേഖലകളിലും പരിശോധന നടത്തുന്നു. 5 അംഗ പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഇത് സ്വർണം, ഇതിലും വജ്രാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു കടയാണ്. ഇവർക്ക് പല തലത്തിൽ, അതായത് കർണാടകയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇവർക്ക് ശാഖ പ്രവർത്തിക്കുന്നുണ്ട്. മടിക്കേരിയിലുണ്ട്, അതുപോലെ തന്നെ മൈസൂരുവിലുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലും ഇവർക്കുണ്ട്. ഇതിപ്പോൾ അടുത്ത് പുതുതായി ആരംഭിച്ച ഒരു കടയാണ്. വലിയ തിരക്കുണ്ടാകുന്ന ഒൻസൂർ എന്ന് പറയുന്ന സ്ഥലത്തെ അവിടെ ബൈപ്പാസിന് സമീപമുള്ള ഒരു കടയാണ്. ഇത് ഞായറാഴ്ച കൃത്യമായി തെരഞ്ഞെടുത്തു. ഈ കട തുറന്നു പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കി കൃത്യമായി പ്ലാൻ, അതായത് പദ്ധതിയോടുകൂടി തന്നെയാണ്, ആസൂത്രണത്തോടുകൂടിയാണ് ഈ കവർച്ച നടത്തിയെന്നാണ് പോലീസ് നിഗമനം. എന്നാൽ പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് മൈസൂർ SP ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഊർജിതമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അനുശ്രീ. ശരി, KV ബൈജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.
മടിക്കേരിയിലാണ് വലിയ തരത്തിലുള്ള സ്വർണ്ണ കവർച്ച നടത്തിയിരിക്കുന്നത്. പ്രതികൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിലേക്ക് പ്രതികൾ കടന്നിട്ടുണ്ട്, കാസർഗോഡേക്ക് പ്രതികൾ കടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന.